അഭിനേതാക്കളുടെ സംഘടന അമ്മയിലെ തർക്കങ്ങളിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി അംഗങ്ങൾ. ജനാധിപത്യ ബോധം കുറവുള്ളവരാണ് സംഘടനയുടെ തലപ്പത്തും പരസ്പര സഹകരണമില്ലെന്നും എക്സിക്യൂട്ടീവ് അംഗം ജോയ് മാത്യു തുറന്നടിച്ചു. അമ്മയിലെ സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം വേണമെന്ന് നടി മാലാ പാർവതിയും ആവശ്യപ്പെട്ടു. 24 ഇരുവരുടെയും പ്രതികരണം. ഈ ഒരു പാനലിൽ ജയിച്ചു വരികയാണെങ്കിൽ അവർക്കൊരു പോളിസി ഉണ്ടാവും. അത് ഏത് പാർട്ടിയാണെങ്കിലും ഒരു സംഘമാണെങ്കിൽ ഇത് ചെതറിത്തെറിച്ച ആൾക്കാർ വന്ന് കൂടിച്ചേർന്നൊരു സ്ഥലമാണിത്. അപ്പോൾ ഇതിൽ പരസ്പരം അധികാരത്തിന് വേണ്ടിയിട്ടുള്ള വടംവലിയും അതിനുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു സൗഹൃദ മനോഭാവം വളരെ കുറവായിരിക്കും. ഇപ്പം നമ്മൾ ഒരു സംഘടന ഉണ്ടെങ്കിൽ പരസ്പര സൗഹാർദ്ദവും പരസ്പര മനസ്സിലാക്കലും ഇല്ല, ശത്രുതാ മനോഭാവത്തോടെയാണെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. രേഖ പോവും, പണം പോവും, അഴിമതി നടക്കും, ആരോപണങ്ങളുണ്ടാവും. അപ്പോൾ പരസ്പര സഹകരണം ഇല്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഈ കേൾക്കാനുള്ളൊരു മനസ്സ് ആദ്യം ഉണ്ടാവണം. തലപ്പത്തിരിക്കുന്നവർക്ക് തിരുത്താനുള്ള മനസ്സുണ്ടാവണം. അന്വേഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഭാരവാഹികളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനകൾ, അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് പ്രത്യേകമായ സൗകര്യങ്ങൾ അവിടെ ഒരുക്കി കൊടുക്കുന്നു. അൻസിബയും നീനയും ഒക്കെ വന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർ സംസാരിക്കുന്ന അവരുടെ മാനം പൊതുസമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയോ ചോർത്തി കൊടുക്കുന്ന വാർത്ത ഓൺലൈനിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കെതിരെയുള്ള ചീത്തവിളി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവർക്ക് ഇവരുടെ വശം പറയാനിടവുമില്ല. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്നത് പോലെ ഈസിയിൽ ശബ്ദമുയർത്തി പ്രസിഡന്റിനെ അടക്കം അടച്ച് ആക്ഷേപിച്ച് അവിടെ ഇരുത്തുന്ന ഒരു രീതി ഉണ്ടെന്നാണ് കേൾക്കുന്നത്. നമുക്ക് ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് തോന്നുമ്പോൾ ഞാൻ അവരുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് ആരാണോ ശരിയെന്ന് തോന്നുന്നു അവരുടെ കൂടെ ഞാൻ നിൽക്കും. അഭിനേതാക്കളുടെ സംഘടന അമ്മയിലെ വിവാദങ്ങളിൽ സർക്കാർ ഇടപെടൽ ആവശ്യമില്ലെന്ന് സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ് 24 പ്രതികരിച്ചു. നിലവിലുള്ളത് സംഘടനയ്ക്കകത്തെ പ്രശ്നം. ബജറ്റിന് മുന്നോടിയായി സിനിമാ സംഘടനകളുടെ ചർച്ച ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. ഇപ്പോൾ താരസംഘടനയ്ക്കകത്തുള്ള പ്രശ്നങ്ങൾ എന്ന നിലയിലും ആ താരസംഘടനയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും ഒക്കെ മാധ്യമങ്ങളിൽ കൂടിയാണ് ഓരോ വിവരങ്ങളും അവർ തന്നെ അങ്ങോട്ട് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനപ്പുറത്തേക്കുള്ളൊരു ഗവൺമെൻറ്റിൻ്റെ നടപടിയിലേക്ക് പരിഗണനയിലേക്ക് വരുന്ന രൂപത്തിലേക്ക് അതായിട്ടില്ല. ഗവൺമെൻറ് ഇടപെടേണ്ട ഒരു ഘട്ടം വരുവാണെങ്കിൽ തീർച്ചയായും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുള്ള ഇടപെടലുണ്ടാകും. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സിനിമാ സംഘടനകളുമായി ബന്ധപ്പെട്ട് ചർച്ച ഉടനെ തന്നെ വിളിക്കുന്നുണ്ട്. ബഡ്ജറ്റ് 19-ാം തീയതിയാണ്. ബഡ്ജറ്റിന് മുന്നോടിയായിട്ട് സിനിമാ മേഖലയിലെ എല്ലാ സംഘടനകളുമായിട്ടും സിനിമയുടെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ലിഡിയ ജേക്കബ് ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ലിഡിയ, ഈ താരസംഘടനയായ അമ്മയ്ക്കകത്തെ പ്രശ്നങ്ങൾ രൂക്ഷമാകുമ്പോൾ ജോയ് മാത്യുവിനെ പോലുള്ളവർ ആ നേതൃത്വത്തെ പരസ്യമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയാണല്ലോ. എന്താണ് ജോയ് മാത്യുവും അതോടൊപ്പം തന്നെ മാലാ പാർവതിയും ഒക്കെ പറയുന്നത്? അമ്മയ്ക്കകത്ത് ഒരു സ്പ്ലിറ്റ് പുറത്തു വരികയാണോ? ഇത് ഏതാനും പേരുടെ കയ്യിലേക്ക് ഈ സംഘടന ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ടല്ലോ. ഇതിൽ ഒന്നും ചെയ്യാനില്ല എന്ന നിലപാടാണോ സാംസ്കാരിക മന്ത്രിക്ക്? അമ്മയ്ക്കകത്തെ പ്രശ്നങ്ങൾ അത് വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്, അല്ലെങ്കിൽ അത് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വലിയ അതൃപ്തി അംഗങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നു. അത് പരസ്യമായി തന്നെ രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്നത്. പരസ്യമായി അത് രേഖപ്പെടുത്തി പലരും രംഗത്ത് വരികയാണ്. മാലാ പാർവതിയാണ് അത് ആദ്യം രേഖപ്പെടുത്തി രംഗത്ത് വന്നത്. പ്രത്യേകിച്ച് ഈ അമ്മയിൽ ഉണ്ടാകുന്ന തർക്കം അത് പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് വലിയ രീതിയിലുള്ള നാണക്കേട് ഉണ്ടാക്കുന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. മാത്രമല്ല ഈ ഒരു സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഒരു ക്രമക്കേടിലൊക്കെ ഒരു അന്വേഷണം വേണം എന്നടക്കമുള്ള ആവശ്യവും കൂടി ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് അൻസിബയുടെ പ്രശ്നം പറഞ്ഞു തുടങ്ങിയ ഘട്ടത്തിൽ അതിനുശേഷം സാമ്പത്തിക കാര്യങ്ങളിലേക്ക് കൂടി വരുമ്പോൾ സാമ്പത്തിക കാര്യങ്ങളിലടക്കം ഒരു സുതാര്യത ഇല്ല എന്നുള്ള ആരോപണമാണ് ഈ മാലാ പാർവതി അടക്കമുള്ള ആളുകൾ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സ്പോൺസർഷിപ്പിന്റെ കാര്യത്തിൽ ഒക്കെ വലിയ രീതിയിലുള്ള അവ്യക്തത നിലനിൽക്കുന്നു. ഈ കണക്കും കാര്യങ്ങളും ഒന്നും അമ്മയിൽ ബോധിപ്പിക്കാറില്ല, നേതൃത്വം അത് ബോധിപ്പിക്കാറില്ല, അംഗങ്ങൾക്ക് അത് സുതാര്യമായി അത് കാണാൻ സാധിക്കാറില്ല എന്നടക്കമുള്ള ആരോപണങ്ങൾ വരുന്നു. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് അമ്മ നേതൃത്വത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നതിൽ സംശയമില്ല. പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറിക്കെതിരെയൊക്കെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ വരുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിട്ടുള്ള ടിനി ടോമിനെതിരെയാണ് അൻസിബ ആരോപണം ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ സാമ്പത്തിക ക്രമക്കേടും കാര്യങ്ങളും ഒക്കെ വരുന്നത്. എന്തായാലും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.